ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ച് മാധ്യമലോകത്തേക്ക് തിരിച്ചു പോകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പാടെ തകർന്നുവെന്ന് ജനീഷ് കുറ്റപ്പെടുത്തി. തുടർച്ചയായി സംഭവിക്കുന്ന വീഴ്ചകളിൽ നിന്നും ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാകില്ല. ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഒ.ജെ. ജനീഷ് വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ അനാരോഗ്യം ഏറ്റവും കൂടുതലായി പ്രകടമാകുന്നത് ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലാണ്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. നമ്പർ 1 ആണ് എന്നാണ് നമ്മളെല്ലാം ഏത് സർക്കാരിന്റെ കാലഘട്ടത്തിലും പറഞ്ഞിരുന്നതെങ്കിൽ കേരളത്തിൽ ഇടതുമുന്നണിയുടെ കാലഘട്ടത്തിൽ നമ്പർ 1 ആയിരുന്ന ആരോഗ്യ മേഖല നമ്പർ 0 ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഉഷയുടെ അവസ്ഥയാണെങ്കിൽ തന്നെ 5 വർഷക്കാലമാണ് ആ ചികിത്സാ പിഴവിന്റെ ഭാഗമായി അവർ വേദന നിന്ന് അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. അവർ കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല. ഇതിന്റെ ഭാഗമായി ആ ചികിത്സാ പിഴവ് ഇന്നലെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പോലും ഡോക്ടർ പറയുന്നത് 5 അല്ല എത്ര വർഷക്കാലം വേണമെങ്കിലും ആ കത്രിക അവരുടെ വയറിനകത്തിരുന്നാൽ യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര നിരുത്തരവാദിത്വപരമായിട്ടാണ് അന്ന് ആ ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുത്ത അവിടുന്ന് റിട്ടയർ ആയ ഡോക്ടർ എന്ന് പ്രസ്താവന നടത്തുന്നത്. ഇവർക്കെല്ലാം ഇങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി പറയുന്നത് ഈ കപ്പൽ ഇങ്ങനെ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണെന്നും കപ്പൽ ആടി ഉലയുകയില്ല എന്നൊക്കെയാണ് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്, കപ്പൽ ആടി ഉലയുകയില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്ക് ഇത്രയൊക്കെ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവരുടെ മനസ്സൊന്ന് ആടി ഉലയുന്നില്ല എന്നുള്ളതാണ് കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്.